എല്ലാവർക്കും നമസ്കാരം. എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായി മാര യാത്രയിലെ 3-ാം ദിനമാണ്, അവസാന ദിനവും. ആദ്യ കാഴ്ചയിൽ എത്തുന്നത് പ്രൈഡുകൾ തന്നെയാണ്. പുതിയൊരു പ്രൈഡാണ് കിസ്മോ പ്രൈഡ്. കിസ്മോ പ്രൈഡുകളും വൈൽഡ് ബീറ്റ്സും ഇംപാലകളും വാട്ടർ ബഫലോയും എല്ലാമുള്ള കാഴ്ചയാണ്. കിസ്മോ പ്രൈഡുകൾ ഒരു ഹണ്ടിങ്ങിനുള്ള തയ്യാറെടുപ്പാണ്. മുന്നിലുള്ളത് വാട്ടർ ബഫലോയും. മസായി മാരയിലെ ആ വലിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായി മാരയിലെ സഫാരിയിലെ 3-ാം ദിനമാണ്. ഈ ദിനം കൊണ്ട് സഫാരി അവസാനിക്കുകയാണ്. കാഴ്ചകളിൽ പ്രൈഡുകളും വാട്ടർ ബഫലോയും ഇംപാലയും വൈൽഡ് ബീറ്റ്സുമാണ് മുന്നിലുള്ളത്. ഈ കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് നമുക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. തുടർ കാഴ്ചകൾ നമ്മുടെ ചാനൽ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. രാവിലെ ഗേറ്റ് കിടന്ന ആദ്യ കാഴ്ചകളിൽ പ്രൈഡുകളാണ് മുന്നിലെത്തിയത്. കിസ്മോ പ്രൈഡുകളാണ് മുന്നിലുള്ളത്. 2 എണ്ണം മാത്രമാണ് നമ്മുടെ കാഴ്ചയിലുള്ളത്. എങ്കിലും ഇവർ ശക്തരാണ്. ഇര തേടിയുള്ള പോക്കാണ്. ഒരു വശത്ത് ഇംപാലകൾ പേടിയോടെ നിൽക്കുന്നു, മറുവശത്ത് വൈൽഡ് ബീറ്റ്സും ഉണ്ട്. വൈൽഡ് ബീറ്റ്സിനെ മൈഗ്രേഷൻ സമയത്തും നമുക്കും നമ്മുടെ മുന്നിൽ ആയിരക്കണക്കിനല്ല ലക്ഷങ്ങൾ കാണുവാൻ സാധിക്കുമെന്നതാണ്. ഈ യാത്രയിൽ അവയെ കുറിച്ചു മാത്രമാണ് കാണുവാൻ സാധിച്ചത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കൂട്ടമായി പോകുന്ന ഇവ ആ സ്ഥലങ്ങളിൽ കൂട്ടമായി വസിക്കാറുണ്ട്. എന്നാൽ ചിലത് ഒറ്റയ്ക്കാവുന്ന അവസ്ഥയിൽ ജീവിക്കാറുമുണ്ട്. അങ്ങനെ ഒന്നാണ് നമുക്ക് മുന്നിലുള്ളത്. മുന്നിലുള്ള പ്രൈഡുകൾ നടത്തം തുടരുന്നു. അതിലൊന്ന് മരത്തിൽ നഖങ്ങൾ കുത്തിവലിച്ച് വൃത്തിയാക്കി വീണ്ടും നടത്തം തുടരുന്നു. ആഹാരത്തിന് വേണ്ടിയുള്ള പോക്കാണ്. പല സ്ഥലത്തായി ഇംപാലകൾ ഉണ്ടെങ്കിലും മുന്നിൽ അവ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റെന്തിനോ ആണെന്ന് തോന്നിച്ചു. ചിന്തകൾ തെറ്റിയില്ല. കുറച്ചു മുന്നിലായി വാട്ടർ ബഫലോ നിൽക്കുന്നുണ്ട്. അവയ്ക്കരികിലേക്കാണ് ഇവയുടെ നീക്കം. ശക്തന്മാരായ വാട്ടർ ബഫലോ ഇവയെ കണ്ടിട്ട് പോലുമില്ല. മുന്നിൽ നടന്നു വരുന്ന വലിയ ഒന്നിനെ കണ്ടിട്ട് നമുക്ക് തന്നെ പേടി തോന്നിക്കുന്നു. അത്ര വലിപ്പവും തലയെടുപ്പും ഉള്ള ഒരുവനാണ് മുന്നിൽ പുല്ലുമെഞ്ഞി നിൽക്കുന്നത്. ചെളി പുരണ്ട ഭീമാകാരൻ മുന്നിലുള്ളപ്പോൾ പുറകിലുള്ളവയ്ക്ക് എന്തു പേടിക്കാനാണ് എന്ന് നമുക്ക് തോന്നിച്ചുവെങ്കിലും സിംഹങ്ങൾ തരം കിട്ടിയാൽ ഇവയെ തൂക്കും.
ഒരു വേട്ടയുടെ സമയത്ത് സിംഹങ്ങൾക്ക് ഇവയെപ്പോലുള്ള ഭീമാകാരിൽ നിന്ന് വലിയ ആക്രമണങ്ങൾ നേരിടാറുമുണ്ട്. എത്ര ആക്രമണങ്ങൾ ഉണ്ടായാലും ആഹാരം എന്ന സത്യത്തിൽ ഇവയിൽ നിന്ന് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഇപ്പം ഇതായിരുന്നു എനിക്ക് വേണ്ടത്. അതെനിക്ക് മനസ്സിലായില്ല. ഇരയെ മുന്നിൽ കിട്ടിയിരിക്കുന്നു. ഇര ശക്തന്മാരാണ്. ഇര തേടി ഇറങ്ങിയവർ തന്ത്രം മാറ്റിയിരിക്കുന്നു. ഇരയ്ക്ക് നേരെ കുറച്ച് സ്പീഡിൽ വന്നവർ നടത്തുന്നതിൻ്റെ സ്പീഡ് കുറിച്ചിരിക്കുന്നു. വന്നവർ പതിയെ വഴി കടന്ന് അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. പെൺസിംഹങ്ങളിൽ ഒന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്ത് കുറച്ചു നേരെ ഇരയെ നോക്കി നിന്നു. അതിനുശേഷം പതിയെ മുന്നോട്ട് നടന്നു വന്നു. പുറകെ വന്നവൾ നമുക്ക് മുൻവശത്തേക്ക് കടന്നു. കുറച്ച് പൊക്കമുള്ള സ്ഥലത്ത് തന്ത്രപരമായ ഒരു വിശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. രണ്ട് വശങ്ങളിൽ നിന്ന് ആക്രമണമാണ് ലക്ഷ്യമെന്ന് തോന്നിച്ചു. റോങ്കായ് പ്രൈഡുകളുടെ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ലക്ഷ്യമെന്ന് അറിയില്ല. ഇവയുടെ കൂടെ മറ്റു സിംഹങ്ങൾ ഉണ്ടാകാം. വാട്ടർ ബഫല്ലോ നിൽക്കുന്നതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും അവയും ഉണ്ടാകാം. ഈ പ്രൈഡിൻ്റെ കിസും അജയമാലയുടെ പല സ്ഥലങ്ങളിൽ പല പ്രൈഡുകളുണ്ട്. അതിൽ കിസുമു പ്രൈഡാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പുറമോട്ട് പോകണമെങ്കിൽ മനസ്സിലായി. അങ്ങനെ കിസ്മോ പ്രൈഡുകളുടെ കൂടെയുള്ള മറ്റു പ്രൈഡുകൾ ഇവയ്ക്ക് പുറകിൽ എവിടെയെങ്കിലും ഉണ്ടാവാം. ഇതെല്ലാം നമ്മളുടെ ചിന്തകളാണ്. ആ ഭാഗത്തു നിന്നൊരു ആക്രമണങ്ങൾ ഉണ്ടായാൽ താഴെ ഇരിക്കുന്ന പ്രൈഡുകൾക്ക് നേരെ വരുന്ന വാട്ടർ ബഫല്ലോ പിടിക്കാനായ ഇവയുടെ ലക്ഷ്യമെന്ന് തോന്നിച്ചുപോയി. Nah, galanya nama ada yang galah. Kesek.
ഇതെല്ലാം നമ്മുടെ ഊഹം മാത്രമാണ്. മുന്നിലുള്ള വാട്ടർ ബഫലോകൾ ശക്തരാണ്. വേട്ടയുടെ ആ ശക്തമായ അവസ്ഥ കാണുവാൻ സാധിക്കുമോ എന്നറിയില്ല. കുറേ സമയം അവയ്ക്ക് മുന്നിൽ കാത്തിരുന്നു. കാടിറങ്ങി വാട്ടർ ബഫലോകൾ ഇറങ്ങി വരുന്നുണ്ട്. മുന്നിലുള്ള തലവൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കുമ്പ നിറച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. മുന്നിലുള്ളത് എത്ര ശക്തന്മാരാണെങ്കിലും നമുക്കൊന്നും ഒരു വിഷയമില്ല എന്ന ഭാവത്തിലുള്ള നിൽപ്പാണ് അവൻ്റേത്. ദേശീയപ്രയല്ല എന്നൊരിതുണ്ട്. അതിൻ്റെ അല്ല, ഇത് ദേശീയപ്രയല്ല. അതുകൊണ്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ചവിട്ടിട്ടുള്ളൂ. ഇതിനെ അറ്റാക്ക് ചെയ്യാൻ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുന്ന ലക്ഷണമില്ല. ഒരുപാട് സമയം കാത്തു നിന്നു. ആ കാത്തുനിൽപ്പ് അവസാനിപ്പിക്കുകയാണ്. ചാവയ്ക്ക് ഒരു സംശയമില്ല. ഇതിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വണ്ടിയോട് ചേർന്ന് പ്രൈഡുകളിൽ ഒന്നിനെ തൊട്ടടുത്ത് ക്യാമറയിൽ പകർത്തുമ്പോൾ നമുക്ക് കാണാമായിരുന്നു സിംഹത്തിൻ്റെ ശരീരത്തിൽ ഈച്ചകൾ കൂട്ടം കൂട്ടമായിരിക്കുന്നു. അവയുടെ ശരീരത്തിൽ ചോരമയമുണ്ട്. അതിലാണ് ഈച്ചകൾ ഉള്ളത്. മുമ്പ് പിടിച്ച ഇരയുടെ ബാക്കിയാണ് ശരീരത്തിലുള്ളത്. ഇടിയുടെ ചതവ് പോലെയും കാണുന്നുണ്ട്. വേട്ടയുടെ ബാക്കി കാണുവാൻ നിൽക്കുന്നില്ല. മുന്നിൽ വേറെ കാഴ്ചകൾ കാണുവാനുണ്ട്. ഇവയെ ഇവിടെ വിട്ടു മടങ്ങുകയാണ്. കിസ്മോ പ്രൈഡുകളെ അവയുടെ സ്വാതന്ത്ര്യത്തിൽ വിടുകയാണ്. പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്. അവനിപ്പോഴാണ് ഈ കാഴ്ചയിലേക്ക് നമുക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്മുടെ യാത്രയുടെ തുടർ കാഴ്ചകൾ നമ്മുടെ ചാനൽ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ, MTA. Kama unaona zale. Si tuka unaona ile laga tuli unaona hapa kwa kibao mahali tulidaifata asubuhi. Si hapo. Kwa hiyo diversion.